വെൽക്കം ബാക്ക് എവരിവൺ. ദിസ് ഈസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക്. അപ്പോൾ ഈ ആഴ്ചത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. iPhone 11, iPhone 10R ഏത് വാങ്ങണം? അധിക പേർക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് വീഡിയോയിലൂടെ ചെയ്യുന്നത് ഈ രണ്ട് ഫോണുകളുടെയും സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ദിസ് ഈസ് iPhone 11. iPhone 10Rൻ്റെ ഹ്യൂജ് സക്സസിന് ശേഷം അതിൻ്റെ അപ്ഗ്രേഡ് ആയിട്ടാണ് iPhone 11 ഇറക്കിയിരിക്കുന്നത്. എഗെയിൻ ബിഗ് താങ്ക്സ് ടു അമിതാഭ് ഭായ്. കൊച്ചിയിലെ പെൻറ്റ മേനകയിലുള്ള ഈ സ്റ്റോറിലെ അമീക്കയാണ് ഈ ഫോൺ എനിക്ക് റിവ്യൂവിനായിട്ട് തന്നത്. ആപ്പിളിൻ്റെ ഏതൊരു പ്രൊഡക്റ്റും ബെസ്റ്റ് പ്രൈസിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഈ ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് തുടങ്ങാം. ഇത് iPhone 11 ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. ഈ കളർ കൂടാതെ പേർപ്പിൾ, ഗ്രീൻ, യെല്ലോ, വൈറ്റ് ആൻഡ് റെഡ് കളറിലും ഈ ഫോൺ ഇറങ്ങുന്നുണ്ട്. ആപ്പിൾ ചെയ്തിരിക്കുന്ന ഒരു നല്ല കാര്യം, കഴിഞ്ഞ വർഷം ഇറങ്ങിയ iPhone 10Rനേക്കാൾ കുറഞ്ഞ പ്രൈസിനാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. 64GB വേരിയൻ്റ് ആണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ MRP വരുന്നത് 64,900 ആണ്. ഇത് ഓപ്പൺ ചെയ്യാം. ബൈ ദ വേ, നിങ്ങൾക്കെല്ലാവർക്കും iPhone 11 Pro Maxൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. iPhone 11 Proനെ അപേക്ഷിച്ച് നേരെ ഇൻവേർട്ടായിട്ടാണ് ഇതിൻ്റെ ഗ്ലാസ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അതായത് ബോഡി ഗ്ലോസി ഫിനിഷും ക്യാമറ ബമ്പ് മാറ്റ് ഫിനിഷിലും. എൻക്ലോഷർ അലൂമിനിയം ആണ്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് വോളിയം റോക്കേഴ്സും ഒരു മ്യൂട്ട് സ്വിച്ചും. റൈറ്റ് സൈഡിൽ സെയിം പവർ ബട്ടണും സിം ട്രേയും. ക്യാമറ ഡിസൈൻ ഒഴികെ ബാക്കിയൊക്കെ iPhone 10Rൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ്, സെയിം മെഷർമെൻറ്റ്. ഇൻസ്ട്രക്ഷൻ മാനുവൽസ്. 5 വാട്ടിൻ്റെ ഒരു ചാർജിങ് ബ്രിക്കാണ് വരുന്നത്. അത് വളരെ മോശമായിപ്പോയി. 2019 5 വാട്ടിൻ്റെ ചാർജർ കൂടെ വരുന്ന ഏതെങ്കിലും ഒരു ഫോണുണ്ടോ? നമുക്കറിയാം, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ബേസ് മോഡൽ ഫോൺസിലും ഫാസ്റ്റ് ചാർജർ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ലൈറ്റ്നിങ് കണക്ടിവിറ്റിയോട് കൂടിയ ഒരു ഇയർപോഡ്സ്, USB to ലൈറ്റ്നിങ് ഡാറ്റ കേബിൾ. ഈ ഫോൺ നമുക്ക് ബൂട്ട് ചെയ്യാം. അപ്പോഴത്തേക്കും ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് നോക്കാം. iPhone 10Rനെ അപേക്ഷിച്ച് 11ൽ വന്നിട്ടുള്ളത് A13 ബയോണിക് ചിപ്പാണ്. സെയിം ലിക്വിഡ് റെറ്റിന IPS LCD ഡിസ്പ്ലേ, സെയിം 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, സെയിം റെസൊല്യൂഷൻ, സെയിം കോൺട്രാസ്റ്റ് റേഷ്യോ, ഈവൻ സൈസും വെയിറ്റും കൂടി സെയിം ആണ്. അൺഡൗട്ട്ഫുള്ളി ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ചിപ്പ് തന്നെയാണ് ഐഫോൺസിലുള്ളത്. A12നേക്കാളും 20% ഫാസ്റ്റാണ് iPhone 11ലുള്ള A13 ബയോണിക് ചിപ്പ്. അതുപോലെ 3GB ഓഫ് റാം ആയിരുന്നു iPhone 10Rൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ iPhone 11ൽ 4GB ആണ്. നോർമൽ യൂസേജിൽ നമുക്ക് ഈ ഒരു ഡിഫറൻസ് ഒരിക്കലും മേക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും അൺടു ബെഞ്ച് മാർക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ iPhone 11ൻ്റെ സ്കോർ അല്പം കൂടുതലായി കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഗെയിമിംഗ് പെർഫോമൻസ് അറിയാനായി രണ്ട് ഫോണിലും ഒരേ ഗെയിം തന്നെ ലോഡ് ചെയ്തു. ഒരു ഡിഫറൻസും മേക്കൗട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഈ രണ്ട് ഫോണിലും ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതൊരു 720p ഡിസ്പ്ലേ ആയതുകൊണ്ട് ഈ ഫോണുകളുടെ GPU ഗ്രാഫിക്സ് സപ്പോർട്ട് വളരെയധികം എൻഹാൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഈ രണ്ട് ഫോണുകളും ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ പൊളിയാണ്. അതുപോലെ വീഡിയോ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാനായി ഞാൻ iMovieയിൽ 12 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒരു 4K വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് നോക്കി. 570 MB സൈസുള്ള ഒരു MP4 ഫയലായിരുന്നു ഇത്. സർപ്രൈസിംഗ്ലി iPhone 10R ആണ് ആദ്യം റെൻഡർ ഫിനിഷ് ചെയ്തത്. iPhone 10R 7 സെക്കൻഡ് കൊണ്ടും iPhone 11 17 സെക്കൻഡ് എടുത്തിട്ടാണ് ഈ റെൻഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റിസൾട്ടിൽ സംശയമുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു ദിവസം സെയിം പ്രോസസ്സ് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തു. കണ്ടോ, ഇത്തവണയും iPhone 10R തന്നെയാണ് ആദ്യം റെൻഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇത്തവണ iPhone 10R 6 സെക്കൻഡിലും iPhone 11 11 സെക്കൻഡിലും. ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10Rനെ അപേക്ഷിച്ച് 1 മണിക്കൂർ കൂടുതലാണ് iPhone 11ൻ്റെ ബാറ്ററി ബാക്കപ്പ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ഡിഫറൻസ് എനിക്ക് iPhone 11ൽ മേക്കൗട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഹെവി യൂസേജിലും 12 മുതൽ 14 മണിക്കൂർ വരെ എനിക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ iPhone 11ൽ iPhone 10Rനെ അപേക്ഷിച്ച് പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്പേഷ്യൽ ഓഡിയോ ആണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സ്പീക്കേഴ്സാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് റേറ്റിംഗിലാണ്.
iPhone XR IP67 ആയിരുന്നു റേറ്റിംഗ്. iPhone 11 IP68 ആണ് വരുന്നത്. സെക്യൂരിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളിലും ഫേസ് ID തന്നെയാണ് വരുന്നത്. ഫേസ് അൺലോക്കൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഒരേപോലെ തന്നെയാണ് രണ്ട് ഫോണുകളും പെർഫോം ചെയ്യുന്നത്. iPhone XR സെയിം ഡിസ്പ്ലേ തന്നെയാണ് iPhone 11 വരുന്നത്. രണ്ട് ഫോണുകളിലും റെറ്റിന HD ഡിസ്പ്ലേ തന്നെയാണുള്ളത്. ഇതൊരു 720p ഡിസ്പ്ലേ ആണെങ്കിലും ഇമേജ് ക്വാളിറ്റിയിലും വീഡിയോ ക്വാളിറ്റിയിലും യാതൊരുവിധ കുറവുകളും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റിലും ഇതിൻ്റെ ഡിസ്പ്ലേ വളരെ ബ്രൈറ്റും വിവിഡുമാണ്. രണ്ട് ഫോണുകളും ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈനലി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലാണ് iPhone 11 മേജർ അപ്ഗ്രേഡ് എന്ന് പറയാനുള്ളത്. 12 മെഗാ പിക്സലിൻ്റെ 120° ഫീൽഡ് ഓഫ് വ്യൂയോട് കൂടിയ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് iPhone 11 മെയിൻ അട്രാക്ഷൻ. f2.2 ആണ് ഇതിൻ്റെ അപ്പേച്ചർ. അതുപോലെ 12 മെഗാ പിക്സലിൻ്റെ തന്നെ സെക്കൻഡറി ക്യാമറ, ഈ ക്യാമറയുടെ അപ്പേച്ചർ 1.8 ആണ്. ഈ സെയിം സിംഗിൾ ക്യാമറയാണ് iPhone XRലുള്ളത്. രണ്ട് ഫോണുകളിൽ നിന്നുള്ള ഫോട്ടോസ് വളരെ ഐഡൻറ്റിക്കലാണ്. അഫ്കോഴ്സ് സെയിം ക്യാമറ തന്നെയാണ്. ബെറ്റർ ഫോട്ടോസ് വിത്ത് സ്മാർട്ട് HDR ആണ് ആപ്പിൾ ഇത്തവണ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. iPhone 11 ഫോട്ടോസിന് ഡൈനാമിക് റേഞ്ചും ഡീറ്റെയിലിങ്ങും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് സമയത്ത് ബാക്ക് ലൈറ്റിലെടുത്ത ഫോട്ടോ ആണിത്. ഷാഡോസിലുള്ള ഡീറ്റെയിൽസും ഷാർപ്പ്നെസ്സും iPhone 11 കൂടുതലായി കാണാം. iPhone XR ഫോട്ടോസ് കൂളർ സൈഡും 11 ഫോട്ടോസ് കുറച്ച് വാമർ സൈഡുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ ഡീറ്റെയിൽസ് കുറച്ച് കൂടുതലുള്ളത് iPhone 11 ഫോട്ടോസിനാണ്. ഈ ഫോട്ടോയിലെ ഡീറ്റെയിൽസ് കണ്ടാൽ മനസ്സിലാവും iPhone 11 ക്യാമറ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന്. ആപ്പിൾ ഇത്തവണ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള സ്മാർട്ട് HDR എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിലും ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ iPhone XR ഫോട്ടോ ആണ് വെൽ എക്സ്പോസ്ഡ് എങ്കിലും സ്കിൻ ഡീറ്റെയിൽസ് കൂടുതൽ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് iPhone 11 iPhone 11 പോർട്രേറ്റ് ലൈറ്റിംഗ് ഇഫക്റ്റ് അടിപൊളിയാണ്. ഒബ്ജക്റ്റ് പോർട്രേറ്റ് മോഡ് iPhone 11 എനേബിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ മോശം റിസൾട്ടാണ് തരുന്നത്. ഡെപ്ത് സെൻസ് ചെയ്യാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ iPhone 11 മേജർ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഇതിലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. വളരെ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് ഈ ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. അഡ്വാൻസ്ഡ് HDR വൈഡ് ആംഗിൾ ക്യാമറയിലും എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ട് ക്യാമറയിലും വൈറ്റ് ബാലൻസും എക്സ്പോഷറും ഒരേപോലെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ലോ ലൈറ്റിൽ വൈഡ് ആംഗിൾ ക്യാമറയിലെ ഷാർപ്പ്നെസ് കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും 120° ഉള്ള ഒരു വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന iPhone 11 സീരീസിലുള്ള ഓപ്ഷനാണ് നൈറ്റ് മോഡ്. ഹാർഡ്വെയർ ഇൻ്റഗ്രേഷൻ കൂടി ഉള്ളതുകൊണ്ട് iPhone 11 താഴെയുള്ള ഐഫോണുകളിൽ ഈ നൈറ്റ് മോഡ് എനേബിൾ ചെയ്യാൻ പറ്റില്ല. വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് iPhone 11 കിട്ടുന്നത്. XRനേക്കാളും iPhone 11 ഫോട്ടോസിൽ കൂടുതൽ ഡീറ്റെയിൽസും ഷാർപ്പ്നെസ്സും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നോയ്സ് ലെവലും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഫ്ലോറിലുള്ള ടൈൽസിൻ്റെ ഡീറ്റെയിൽസ് ഈ ഫോട്ടോയിൽ വ്യക്തമായി കാണാം. ഓൾമോസ്റ്റ് പിച്ച് ഡാർക്കിലാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. എന്തായാലും iPhoneലെ നൈറ്റ് മോഡ് ഈസ് എ ക്ലിയർ വിന്നർ. വീഡിയോ മോഡിലും iPhone 11 എക്സ്റ്റൻഡഡ് ഡൈനാമിക് റേഞ്ച് ഈ ഒരു വീഡിയോയിൽ നമുക്ക് വ്യക്തമായി കാണാം. 4K 60 അതുപോലെ 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലും ഈ എക്സ്റ്റൻഡഡ് ഡൈനാമിക് റേഞ്ച് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലിപ്പിൽ iPhone 11 ഹൈലൈറ്റും ഷാഡോസും ഒരുപോലെ ബാലൻസ് ചെയ്തതായി കാണാം. പിന്നെ ഒരു ഡ്രോബാക്ക് ഉള്ളത് നോർമൽ ക്യാമറയിൽ നിന്നും അൾട്രാ വൈഡ് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഡൈനാമിക് റേഞ്ച് നഷ്ടമാകുന്നുണ്ട്. ഡൈനാമിക് റേഞ്ചിലുള്ള ഡിഫറൻസ് അല്ലാതെ ഷാർപ്പ്നെസ്സിലും ഡീറ്റെയിലിംഗിലും രണ്ട് ഫോണുകളും ഒരേപോലെയാണ് പെർഫോം ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറ വീഡിയോ iPhone XRൽ 1080p 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. iPhone 11 4K 60 FPS ആണ് ഫ്രെയിം റേറ്റ്. കൂടാതെ iPhone 11 ക്യാമറ കുറച്ചുകൂടെ വൈഡർ ആണ്. വീഡിയോ സ്റ്റെബിലൈസിംഗ് iPhone XRനെ അപേക്ഷിച്ച് iPhone 11 കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. XRലുള്ള ആ മൈക്രോ ജിറ്ററിംഗ് iPhone 11 കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് iPhone 11 iPhone XRനെ അപേക്ഷിച്ച് വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ്. അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഐഡൻറ്റിക്കലാണ്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു iPhone XR ആണ് ഉള്ളതെങ്കിൽ iPhone 11 മാറുന്നത് ഒരു നല്ല അപ്ഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വൈഡ് ആംഗിൾ ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം iPhone 11 പോവുക. അപ്പോൾ ഈ ഫോണുകളിൽ നിങ്ങൾക്ക് ഏത് വാങ്ങണം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ടെക് ടോക്ക് ബൈ ഹരീഷ് എന്ന പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക് ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ് ഓഫ്.